വീക്ക്ലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വിശേഷങ്ങൾ. ക്രിസ്മസ് ആഘോഷമാക്കാൻ വിദ്യാർത്ഥികൾ വീടുകളിലേക്ക്. 8, 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന CBSE വിദ്യാർത്ഥികൾക്കായി ബ്രില്യന്റ് വിന്റർ ക്യാമ്പ്. നീറ്റ് 2025 എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി ബ്രില്യന്റിൽ ഓൺലൈൻ എക്സാം നടത്തി. ക്രാഷ് കോഴ്സ് പുതിയ ബാച്ച് ജനുവരിയിൽ. RMO പരീക്ഷയിൽ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്ക് മിന്നും വിജയം. ബ്രില്യന്റിന്റെ ഫൗണ്ടേഷൻ, IIT എയിംസ് 2-year പ്രോഗ്രാം, BTS എന്നീ പ്രോഗ്രാമുകളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതികൾ. കേരളമെമ്പാടുമായി നീറ്റിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പീറ്റേഴ്സ് ബാച്ച് ആരംഭിക്കുന്നു. റിപ്പീറ്റേഴ്സ് 2025 ഇന്റൻസീവ് പ്രോഗ്രാം. രാജ്യത്താദ്യമായി വിദ്യാഭ്യാസ രംഗത്തെ ന്യൂസ് ചാനലുമായി ബ്രില്യന്റ്. ക്രിസ്മസ് സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും കാലമാണ്. എന്നാൽ ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് എന്നാൽ സന്തോഷങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഒപ്പം കുറച്ച് പഠിക്കാനും കൂടെയുണ്ടെന്നത് മറ്റൊരു യാഥാർത്ഥ്യം. റിപ്പോർട്ട് കാണാം. ജാതിമതഭേദമന്യേ ഒത്തൊരുമയുടെ സന്ദേശം പകർന്നു നൽകുന്നതാണ് ബ്രില്യന്റിലെ എല്ലാ ആഘോഷ അനുഷ്ഠാനങ്ങളും. അത്തരത്തിൽ ക്രിസ്മസിനെയും പുതുവത്സരത്തെയും വരവേൽക്കാൻ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളും സ്റ്റാഫുകളും തയ്യാറായി കഴിഞ്ഞു. ചെറിയ ക്രിസ്മസ് ആഘോഷങ്ങൾക്കെല്ലാം ഒടുവിൽ വിദ്യാർത്ഥികൾ 10 ദിവസത്തെ അവധിക്കായി വീടുകളിലേക്ക് യാത്രയായിരിക്കുകയാണ്. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉന്നിവിരന്നല്ലോ. 2025 നീറ്റ് എക്സാം ഓൺലൈൻ ഓർ ഓഫ്ലൈൻ? ഈ കൺഫ്യൂഷൻ നിലനിൽക്കെ രാജ്യത്താദ്യമായി ഓൺലൈൻ എക്സാം നടത്തി ബ്രില്യന്റ് എല്ലാ കാലവും ഒരു പടി മുന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് രംഗത്ത് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന് ഇത്രയധികം റിസൾട്ടുകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. ബ്രില്യന്റ് എല്ലാ കാലവും ഒരുപടി മുന്നെയാണ് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ തെളിവാണ് 3000-കണക്കിലധികം വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി നീറ്റ് എക്സാം എഴുതാൻ സാധിക്കും വിധം ബ്രില്യന്റ് ക്യാമ്പസുകളിൽ തന്നെ ഒരു റിയൽ നീറ്റ് ടെക് ഓൺലൈൻ എക്സാം ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പരീക്ഷ ഓഫ്ലൈൻ ആയിരിക്കുമോ ഓൺലൈൻ ആയിരിക്കുമോ എന്നീ സാഹചര്യം നിലനിൽക്കെ വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഓൺലൈൻ ക്ലാസുകൾ നൽകി പരിശീലിപ്പിക്കുകയാണ് ബ്രില്യന്റിന്റെ എല്ലാ സെന്ററുകളിലും ഇത്തരത്തിൽ ഓൺലൈൻ എക്സാമുകൾ നടന്നു വരികയാണ്. ജനുവരി 1 പുതുവർഷം പിറക്കുന്നതിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ചിറകു നൽകുന്നതിനായി ബ്രില്യന്റ് സ്റ്റഡി സെന്റർ വരികയാണ് ക്രാഷ് കോഴ്സുമായി. റിപ്പോർട്ടിലേക്ക്. ബ്രില്യന്റ് ക്രാഷ് കോഴ്സ് ഫേസ് 2 ആരംഭിക്കുന്നു. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രില്യന്റിന്റെ ലേണിംഗ് ആപ്പ് ഉപയോഗിച്ച് തുടങ്ങാനും സാധിക്കും. അതിലൂടെ +2 ബോർഡ് എക്സാമിലും മികവാർന്ന വിജയം നേടാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. 100% വരെ ആകർഷകമായ സ്കോളർഷിപ്പും കരസ്ഥമാക്കി ലക്ഷ്യത്തിലെത്താനും വിദ്യാർത്ഥികൾക്ക് സാധിക്കും. ലോകത്തിന്റെ ഏത് കോണിലുമിരുന്ന് ഓൺലൈനായി പഠിക്കാനും ബോർഡ് എക്സാമിന് ശേഷം ഓഫ്ലൈൻ ബാച്ചിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്രകാരം മാറാനും സാധിക്കുന്ന തരത്തിലാണ് ഓൺലൈൻ ആൻഡ് ഹൈബ്രിഡ് ബാച്ചുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. RMO പരീക്ഷയിൽ അടുത്ത ഘട്ടമായ ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിലേക്ക് സെലക്ഷൻ നേടിയിരിക്കുന്നത് കേരളം, ലക്ഷദ്വീപ് അടക്കമുള്ള മേഖലകളിൽ നിന്ന് 37 വിദ്യാർത്ഥികളാണ്. അതിൽ 30 വിദ്യാർത്ഥികളും പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ പരിശീലനം നേടിയവരാണ്. വിശദാംശങ്ങളിലേക്ക്. ഇന്റർനാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിന്റെ 1ാം ഘട്ട പരീക്ഷയായ IOQM-ൽ കേരളത്തിൽ നിന്ന് 275 കുട്ടികളാണ് അടുത്ത ഘട്ടമായ റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിലേക്ക് യോഗ്യത നേടിയത്. നവംബർ 3 നടന്ന RMO പരീക്ഷയിൽ അടുത്ത ഘട്ടമായ ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിലേക്ക് സെലക്ഷൻ നേടിയിരിക്കുന്നത് കേരളം, ലക്ഷദ്വീപ് അടക്കമുള്ള മേഖലകളിൽ നിന്ന് 37 വിദ്യാർത്ഥികളാണ്. അതിൽ 30 വിദ്യാർത്ഥികളും പാലാ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിൽ പരിശീലനം നേടിയവരാണ് എന്നത് ശ്രദ്ധേയമാണ്. അഖിലേന്ത്യാ തലത്തിൽ 12ാം ക്ലാസ് ടോപ്പറായ വിദ്യാർത്ഥിക്ക് ലഭിച്ചിരിക്കുന്നത് 58 മാർക്കാണ് എന്നിരിക്കെ ബ്രില്യന്റിലെ അക്ഷയ് ബിജു 57 മാർക്ക് കരസ്ഥമാക്കി കേരള ടോപ്പറായത് ബ്രില്യന്റിനും കേരളത്തിനും അഭിമാനമായിരിക്കുകയാണ്. 12ാം ക്ലാസ്സിനും 8 മുതൽ 11 വരെ ക്ലാസ്സുകാർക്കും പ്രത്യേകം കട്ട് ഓഫ് ആണെന്നതും എടുത്തു പറയേണ്ടതാണ്. അടുത്ത ഘട്ടമായ ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് 2025 ജനുവരി 19 നടക്കും.
നീറ്റിനായി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ബ്രില്യൻ സ്റ്റഡി സെന്റർ ഒരു എക്സ്ക്ലൂസീവ് റിപ്പീറ്റേഴ്സ് ബാച്ച് ആരംഭിക്കുന്നു. റിപ്പീറ്റേഴ്സ് 2025 ഇന്റൻസീവ് പ്രോഗ്രാം. വിശദാംശങ്ങളുമായി വിഷ്ണു നമ്മോടൊപ്പം ചേരുന്നു. റിപ്പീറ്റേഴ്സ് 2025 ഇന്റൻസീവ് പ്രോഗ്രാം ജനുവരി 13 മുതലാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. 60 ദിവസങ്ങൾ കൊണ്ട് NCERTയുടെ മുഴുവൻ ചാപ്റ്ററുകളുടെയും മുഴുവൻ തിയറി ക്ലാസ്സുകളും എക്സാമുകളും വിദ്യാർത്ഥികൾക്ക് ഈ പ്രോഗ്രാമിലൂടെ ലഭ്യമാണ്. ഇതിനായി വളരെ വ്യക്തമായ പ്ലാനോടുകൂടി വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ടൈം ടേബിൾ ഉൾപ്പെടുന്ന ഒരു സിസ്റ്റം തന്നെ ബ്രില്യൻ ഇതിലായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലായിൽ മാത്രമാണ് റിപ്പീറ്റേഴ്സ് 2025 ഇന്റൻസീവ് പ്രോഗ്രാം ഓഫ്ലൈൻ ബാച്ചുകൾ ഉണ്ടായിരിക്കുക. ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്കായി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കേരളത്തിന്റെയും രാജ്യത്തിന്റെയും വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 40 വർഷങ്ങളായി ചരിത്ര വിജയങ്ങൾ സൃഷ്ടിക്കുന്ന എൻട്രൻസ് സ്ഥാപനം പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ കാലാതീതമായ മാറ്റങ്ങളെ നിരീക്ഷിച്ച് പുത്തൻ സാധ്യതകളെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകും വിധം അവതരിപ്പിച്ചും ദൃശ്യവിസ്മയം തീർത്തും പുതിയ വാർത്താ ചാനലുമായി വരികയാണ് ബ്രില്യൻറ്റ്. വിദ്യാർത്ഥികളെ വിജയത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്നതിനൊപ്പം എൻട്രൻസ് രംഗത്തെ ഓരോ ചലനങ്ങളും ഏറ്റവും അപ്ഡേറ്റഡ് ആയി വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അറിയിക്കുക എന്ന ദൗത്യവുമായിട്ടാണ് ബ്രില്യൻറ്റ് എൻട്രൻസ് ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നത്. എൻട്രൻസ് മേഖലയിലെയും വിദ്യാഭ്യാസ രംഗത്തെയും ഓരോ വാർത്തകളും ഏറ്റവും സമഗ്രമായും ഏറ്റവും ആധികാരികമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന പുതിയൊരു ഉദ്യമം ആരംഭിച്ചിരിക്കുകയാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ. വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി അവാർഡുകൾ തേടിയെത്തിയ ബ്രില്യൻറ്റിൻ്റെ യൂട്യൂബ് ചാനലുകളുടെ ലിസ്റ്റിലേക്ക് പുതിയൊരു വാർത്താ ചാനലും കൂടി. ഡിസംബർ 16 തിങ്കളാഴ്ച മുതലാണ് ബ്രില്യൻ പാല എൻട്രൻസ് ന്യൂസ് ആരംഭിച്ചിരിക്കുന്നത്. നീറ്റ്, JEE, കീം തുടങ്ങിയ വിവിധ എൻട്രൻസ് പരീക്ഷകൾ, വിവിധ ഒളിമ്പ്യാഡുകൾ, സ്കോളർഷിപ്പുകൾ, 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ വാർത്തകൾ ഇനി ഏറ്റവും ആദ്യം ബ്രില്യൻറ്റ് ന്യൂസ് ചാനലിലൂടെ പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കും. ബ്രില്യന്റിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും തുല്യമായ പ്രാധാന്യമാണ്. ബ്രില്യന്റിലെ ഏത് പ്രോഗ്രാമുകൾ പരിശോധിച്ചാലും അതിൽ നിന്ന് റിസൾട്ടുകളുമുണ്ട്. ഈ വർഷം ബ്രില്യന്റിന്റെ വിവിധ പ്രോഗ്രാമുകളുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സാധ്യതകൾ പരിശോധിക്കാം. IIT എയിംസ് 2 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന്റെ അടുത്ത സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ജനുവരി 26 ഓൺലൈനായും ഓഫ്ലൈനായും നടത്തപ്പെടും. ഓഫ്ലൈനായി അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി, അതുപോലെ കേരളത്തിന് പുറത്ത് ബംഗളൂരുവിലും ഇന്ത്യക്ക് പുറത്ത് ദുബായിലും ഖത്തറിലുമായി വിവിധ സെന്ററുകളിലായിരിക്കും സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തുക. കഴിഞ്ഞ സ്ക്രീനിംഗ് ടെസ്റ്റുകളിൽ ആഗ്രഹിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാത്തവർക്കും പുതുതായി സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതാൻ ആഗ്രഹിക്കുന്നവർക്കും ജനുവരി 26 ടെസ്റ്റിൽ പങ്കെടുക്കാം. ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ 2024-25 ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിന് അഡ്മിഷൻ നേടുന്നതിനായുള്ള അടുത്ത സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് വരുന്ന ജനുവരി 26 ഓഫ്ലൈനായും ഓൺലൈനായും നടത്തപ്പെടുന്നു. ഓഫ്ലൈനായി അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി, കേരളത്തിന് പുറത്ത് ബംഗളൂരുവിലും ഇന്ത്യക്ക് പുറത്ത് ദുബായിലും ഖത്തറിലുമായി വിവിധ സെന്ററുകളിൽ ഉണ്ടായിരിക്കും. ഈ പ്രോഗ്രാമുകളിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു അടിത്തറ പാകി മികച്ച രീതിയിൽ എൻട്രൻസ് ഓറിയന്റഡ് ആയി പഠിച്ച് തങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കാൻ ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം സഹായിക്കുന്നു. ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങളിൽ ഓഫ്ലൈൻ മോഡിൽ നിരവധി നീറ്റ് പാറ്റേണിലുള്ള എക്സാമുകൾ എഴുതി തയ്യാറെടുത്താൽ 2024 നീറ്റിൽ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നേട്ടം കൈവരിക്കാം. അതിനായി ബ്രില്യൻറ്റ് ഒരുക്കുന്ന പ്രോഗ്രാമാണ് ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ്. ബ്രില്യൻറ്റിൻ്റെ 10,000-കണക്കിന് റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികൾക്കൊപ്പം പരീക്ഷ എഴുതി തയ്യാറെടുക്കാനുള്ള ഒരു ചാൻസാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി 35ഓളം ഓഫ്ലൈൻ സെന്ററുകളാണ് തയ്യാറായിരിക്കുന്നത്. മാർച്ച് 24 മുതൽ ഓൾ യൂണിറ്റ് പരീക്ഷകൾ ആരംഭിക്കുകയാണ്. ഈ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് 122ഓളം പരീക്ഷകൾ എഴുതാനുള്ള ഗോൾഡൻ ചാൻസാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. JEE പരീക്ഷകൾ പല ആവർത്തി എഴുതി പരിശീലിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന പുതിയ BTS ബാച്ചിലേക്ക് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ 3 പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ brilliantpara.org എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുക. ക്രിസ്മസ് വെക്കേഷൻ ടൈമിൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന CBSE സ്റ്റുഡൻസിനായി ബ്രില്യൻറ്റ് വിന്റർ ക്യാമ്പ് ഒരുക്കുകയാണ്. ഉയർന്ന ഭാവി സ്വപ്നം കാണുന്ന വിദ്യാർത്ഥികൾക്ക് ലക്ഷ്യബോധം ഉറച്ചതാകാൻ ബ്രില്യൻറ്റ് ഒരുക്കുന്ന വിന്റർ ക്യാമ്പ് ഒരുപാട് ഉപകാരപ്പെടും. 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന CBSE വിദ്യാർത്ഥികൾക്ക് പഠന മികവ് വർദ്ധിപ്പിച്ച് ഉയർന്ന ഭാവി കൈവരിക്കാൻ സാധിക്കും വിധമാണ് ബ്രില്യൻ വിന്റർ ക്യാമ്പ്. ഡിസംബർ 27, 28,
29 ദിവസങ്ങളിൽ രാവിലെ 9 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് 1 മണിക്ക് അവസാനിക്കുന്ന വിധത്തിലാണ് വിന്റർ ക്യാമ്പിന്റെ ക്രമീകരണം. സ്കൂളിലെ ടോപ്പിക്സ് എങ്ങനെ ഈസിയായി പഠിക്കാമെന്നും സ്കൂൾ തലത്തിലും എൻട്രൻസ് എക്സാമുകൾക്കും എങ്ങനെ ഒരുപോലെ തിളങ്ങാമെന്നുമൊക്കെയുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ബ്രില്യൻ ഈ ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത്. കരിയർ ഗൈഡൻസ് സെഷനിലെ പ്രഗത്ഭർ നയിക്കുന്ന ക്ലാസുകൾ, മോട്ടിവേഷൻ എല്ലാം ഈ ക്യാമ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നുണ്ട്. സൗജന്യമായാണ് ഈ ക്യാമ്പ് വിദ്യാർത്ഥികൾക്കായി ബ്രില്യൻ ഒരുക്കിയിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. വിന്റർ ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രില്യന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ ആഴ്ചയിലെ വീക്ക്ലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി.